Hello everyone, welcome to Pearly Mani's YouTube channel. ഇപ്പോഴത്തെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണാവോ? എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. പ്രമാദം കവിത പഠി. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. That is why I am here. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. Please stay safe. If your life is in danger, go back home. എങ്ങനെ മനസ്സിലായില്ല? നിങ്ങൾ ആരും ഹേർട്ട് ആവരുത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ. നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഈ കുറുപ്പ് പാവാ സാറേ, കുഞ്ഞുകുട്ടി പരായണക്കാരനാ. ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ എല്ലാരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാന്ന് നോക്കണെന്തിനാ? നമ്മുടെ സ്റ്റുഡൻസിന്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഭയങ്കരം തന്നെ. ഈ ഒരു പോസ്റ്റാണ് ഞാൻ ഇട്ടത്. ഇതിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇങ്ങനത്തെ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും കാണുന്നവരുണ്ടാവും, ചീത്ത വശവും കാണുന്നുണ്ടാവും. പക്ഷെ മെജോറിറ്റി ആൾക്കാരും അതിന്റെ നല്ല വശമാണ് കണ്ട്. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. 7 പ്രാവശ്യം കുളിച്ചാലും എന്റെ നാട്ടിൽ തീരില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആകെ പുലിവാലി പിടിച്ച മാതിരിയായി. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം. ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. നമ്മുടെ പിള്ളേർ തന്നാണ്, അത്രേ ഉള്ളൂ. അത് പിള്ളേർക്ക് പറയാം. ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. തെങ്ങിനും കവുങ്ങിനും ഒരേപോലെ തളപ്പെടാൻ പറ്റില്ല. എല്ലാ പാർട്ടിയിലും, അത് ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ പാർട്ടിയിലും എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. എനിക്ക് എല്ലാ പാർട്ടിയും എനിക്ക് വേണ്ടപ്പെട്ടതാണ്. ബിക്കോസ് അതിലെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങൾ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു.